ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദൈവമേ, എടുത്തുചാട്ടക്കാരിയാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നത് കഷ്ടമാണ്. ഗാഥ ഇവിടെ എത്തി മണിയറയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാല് അവൾക്കൊന്നും സംഭവിക്കില്ല ഈശ്വര. എപ്പോഴാ ഗാഥ ഇങ്ങോട്ട് വരുന്നേന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞല്ലേ എനിക്കിവിടെ ഇറങ്ങാൻ പറ്റൂ. ഇത്രത്തോളം ആയില്ലേ മോളെ. ഇനി എന്തായാലും നിന്നെ അവിടെ നിർത്താൻ സിത്താര മാഡത്തിന് താല്പര്യം ഉണ്ടാവില്ലല്ലോ. ഗാഥ മോളെ കൊണ്ട് അവരിപ്പൊ തന്നെ വരും. എന്നിട്ടേ മോളെ നേരെ ഇങ്ങി പോര്. മോള് വന്ന് അടുത്തിരുന്ന് കാര്യങ്ങൾ പറഞ്ഞാലേ തങ്കത്തിനത് വലിയ ആശ്വാസമാവും. ഞാൻ വരാം ഗോപാലമാമ, എത്രയും പെട്ടെന്ന് തന്നെ വരാം. ഇതാരത്ത് മാറിന്ന് ഫോൺ ചെയ്യുന്നത്? മമ്മിക്കാണോ? മമ്മിയെ പിരിഞ്ഞിരിക്കാൻ ഒരു നിമിഷം പോലും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടല്ലേ? അതെ, അത് വല്ലാത്തൊരു അത്ഭുതമാണ്. പരിചയപ്പെട്ട സമയത്ത് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന, ബന്ധങ്ങൾക്കൊന്നും വലിയ വില കൊടുക്കാത്ത ഒരാളാണെന്ന് തന്നെ കുറിച്ച് എനിക്ക് തോന്നിയത്. പക്ഷേ ആ അപകടത്തിന് ശേഷമുള്ളൊരു മാറ്റമുണ്ടല്ലോ, റിയലി വേറൊരാൾ വന്ന് മുന്നിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇപ്പോ തൻ്റെ മുഖത്തുള്ള ഈ നാണമുണ്ടല്ലോ, ടോട്ടലി തനിക്കുള്ളൊരു സിംപ്ലിസിറ്റി ഉണ്ടല്ലോ, ഇത് ഞാൻ ഒരിക്കലും ഗാഥയിൽ പ്രതീക്ഷിച്ചതല്ല. താൻ ശരിക്കും വേറെ ആരെങ്കിലും ആണോ? ഇപ്പൊ തന്നെ കണ്ട തനിയൊരു നാട്ടുപുറത്തുകാരി കുട്ടിയെ പോലെ എനിക്ക് തോന്നുന്നു. അതിന്റെ എല്ലാ നന്മയും തന്നെയുണ്ട്. ഐ റിയലി ലവ് ദിസ് ഗാഥ. എന്നോട് പൂജാമുറിയിലേക്ക് ചെല്ലാൻ അമ്മ പറഞ്ഞിരുന്നു. ഞാൻ ചെല്ലട്ടെ? പിന്നെ അമ്മയുടെ മുത്തശ്ശേരി സംസാരം കേട്ടിട്ടെ എപ്പോഴും പൂജാമുറിയിൽ കയറി ഇരിക്കരുത് കേട്ടോ. നമുക്കൊന്നിച്ചിരിക്കാൻ വേറെ മുറിയുണ്ട്. ഇതെന്താണ് മണിക്കുഞ്ഞ പരിപാടി? പുതിയ ഹൈവേയുടെ പണി നടക്കുവാ. കൂടുന്നോ? എന്നെ നിർമ്മലം കാണുമ്പോഴേ തന്റെ നാക്കിന് വല്ലാത്തൊരു ചൊറിച്ചിൽ കൂടുന്നുണ്ട് കേട്ടോ. അത് വേണ്ട കേട്ടാ. ആയിക്കോട്ടെ സാറേ. നീ നവീന മണിയടിച്ച് ഒരുപാട് സമ്പാദിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓ അയ്യോ എന്റെ അമ്മാവ, നമുക്ക് പ്രത്യേകിച്ച് സമ്പാദ്യം ഒന്നും ഇല്ലേ. ഇതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്താ നവീൻ സാറ് കൂടി വന്ന ഒരു ഫുള്ള് മേടിക്കാനുള്ള പൈസ തരും. താനിപ്പോ എന്താ പറഞ്ഞ? ഇതൊക്കെ ശരിയാക്കി കൊടുത്ത ഒരു ഫുള്ള് മേടിക്കാനുള്ള പൈസ തരുന്നു. ഇത് ശരിയാക്കി കൊടുത്താ ഒരു ഫുള്ള് മേടിക്കാനുള്ള കാശ് കിട്ടും. അത് ഗ്യാരണ്ടിയാ. എന്നിട്ട് താനെന്താടോ ഇത് നേരത്തെ പറയാത്തത്? താനിങ്ങോട്ട് മാറി. അതെ, നമ്മുടെ കുടുംബത്തില് ഒരു നല്ല കാര്യം നടക്കുമ്പോ നമ്മൾ ഉത്സാഹത്തോടെ നെഞ്ചും വിരിച്ചു നിന്ന് അതങ്ങ് ചെയ്തു തീർക്കണം. അല്ലാതെ ഈ കൈയും കെട്ടി വെറുതെ നോക്കി നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞ അത്തരക്കാരോട് എനിക്ക് ഭയങ്കര പുച്ഛമാ മണിക്കുഞ്ഞ്. ഓന്ത് മാറോ ഇതുപോലെ? മാണിക്കുഞ്ഞിപ്പോ എന്താ പറഞ്ഞേ? ഒന്നുമില്ല. അതിപ്പോ പറഞ്ഞാലും സാരമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇതങ്ങ് തീർക്കണം. എന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ സാധനം മേടിക്കണ്ടേ? ഉറങ്ങുന്നതിന് മുമ്പോ? എടോ താനല്ലേ പറഞ്ഞത് ഇത് കെട്ടി തീർത്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ എടുത്ത് തരാന്ന്? അത് ഉറങ്ങുന്നതിന് മുമ്പല്ലേ കഴിക്കേണ്ടത്. ഓ അത് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് കുഴപ്പമില്ല, നമുക്ക് വേഗം പണി തീർക്കാം അല്ലേ? അവിടെ തൂക്കും. ഇവിടെ അവിടെ തൂക്കുന്നേ. അപ്പുറത്ത് തൂക്ക്. അമ്മാവതെ അവിടെ തൂക്ക്. ഇവിടെ തൂക്കുന്നേ.
നമുക്ക് മേടിക്കട്ടെ. ആ, അങ്ങനെ ഇന്ന് ഞങ്ങൾ പൊളിക്കും. ഇത് വേഗം തീർത്തിട്ട് വേണം നമുക്ക് പോവാൻ. ചേട്ടാ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അല്ല നിർമ്മലേ, നമ്മുടെ മാണിക്കുഞ്ഞ് ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ ഞാനൊന്ന് സഹായിക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ. ഒരു സഹായം ചെയ്യണ്ട. ഇങ്ങോട്ട് വരുന്നുണ്ടോ നിങ്ങള്? ഓ, ഉം. ചെല്ല് ചെല്ല്. ഈ മണിയറയിലേക്കേ കീർത്തി വരാത്തതിന്റെ ദേഷ്യമാണ് അമ്മായിക്ക്. അതേടാ, എനിക്ക് ദേഷ്യം തന്നെയാ. അതിന് നിനക്കെന്താ? നവേന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന വാങ്ങിച്ചിട്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നടന്നോണം. അല്ലാതെ എന്നെ ഭരിക്കാനൊന്നും നീ വരണ്ട. ഹ്, എന്തായാലും ഒരുക്കങ്ങളൊക്കെ നന്നായി നടക്കട്ടെ. നീ ഒരുക്കുന്നതേ മണിയറയല്ല, ശവമഞ്ചമാ, ശവമഞ്ചം. ഈ ശവമഞ്ചത്തില് രാത്രി എന്താ നടക്കാൻ പോകുന്നതെന്നും എന്താ ഉണ്ടാകുക എന്നുള്ളതും നാളെ രാവിലെ നമ്മളും അറിയും, ഈ നാട്ടുകാരും അറിയും. നിങ്ങളോട് വരാനല്ലേ പറഞ്ഞേ? ഏ? വരാം. ഉറങ്ങുന്നതിന് മുമ്പ് എന്നെ കൂടെ ഓർക്കണം. നിർമ്മലേ, ദൈവമേ, എടുത്തുചാട്ടക്കാരിയാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നത് കഷ്ടമാണ്. ഗാഥ ഇവിടെ എത്തി മണിയറയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാല് അവൾക്കൊന്നും സംഭവിക്കല്ലേ ഈശ്വര. ഗോപാല, തറവാടും അവിടുത്തെ സ്ഥിതിയൊക്കെ നല്ലത് തന്നെയാ. ഈ നവീന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അത് പറയണമെങ്കിൽ ഒരു ദിവസം പോരാണ്ട് വരും തങ്കം. ബിസിനസ് രംഗത്ത് ഇങ്ങനെ ഒരു ഉയർച്ച ഉണ്ടാക്കിയ ചെറുപ്പക്കാരൻ വേറെ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അസൂയ, എല്ലാവർക്കും ബഹുമാനമാ. പിന്നെ നവീന്റെ പെരുമാറ്റം തങ്കേച്ചി കണ്ടല്ലോ. ആർക്കാ ഒരു പ്രിയം തോന്നാത്തത്? അതെ, ഒരുപാട് കരഞ്ഞു കൂട്ടിയതിന് എന്റെ മോൾക്ക് നല്ലൊരു ഭാഗ്യം കൊടുത്ത് പരിഹാരം ചെയ്തു. ഈശ്വര. തങ്കേച്ചി, കൃഷ്ണയെ വിളിക്കണോ തങ്കേച്ചിക്ക്? വേണ്ട സുനന്ദേ, ഇപ്പൊ വിളിക്കണ്ട. അവിടെ നല്ല തിരക്കായിരിക്കും. ഗാഥ എന്താ ഇതുവരെ വരാത്തെ? നേരെ സന്ധ്യയല്ലോ. ഇനിയിപ്പോ വന്നില്ലെങ്കിൽ എന്താ ചെയ്യാ?